വിൽപ്പനയ്ക്കും ചില്ലറ കച്ചവടക്കാർക്കും പേഴ്സണൽ ലോൺ. കൂട്ടുകാരെ, ദിദിഷ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ തൃശ്ശൂർ പാറമേക്കാവിന് മുമ്പിലാണുള്ളത്. നമ്മൾ 2025 പൂരം എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോസ് മുഴുവൻ ഇന്ന് കാണാം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക് പോകാം. 40 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ്. ഈ വർഷത്തെ സ്റ്റാളുകളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ മനോഹരമായൊരു വ്യൂ നമുക്ക് കാണാം. മുഴുവൻ സ്റ്റാളുകളും നമ്മളൊന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുഴുവൻ സ്റ്റാളുകളെയും വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ എക്സിബിഷൻ കാണാൻ സാധിക്കാത്തവർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളകത്ത് കയറി 1-2 ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ സ്റ്റാളുകളിലേക്ക് പോകാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് ബെഡ്ഷീറ്റിൻ്റെയും പില്ലോ കവറിൻ്റെ ഒക്കെ ഒരു സ്റ്റാളാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റാളാണ്. നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷനൊക്കെ അവിടെ ഉണ്ട്. നല്ല വില കുറവും അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ടോയ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റാൾ കാണാം. ഒരുപാട് കുട്ടികളുടെ ടോയ്സൊക്കെ ആയിട്ടുള്ളൊരു വലിയ സ്റ്റാളാണ്. ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. അത് കഴിഞ്ഞൊരു മോതിരങ്ങളും അതുപോലെ തന്നെ കമ്മലുകളൊക്കെ ഉള്ളൊരു സ്റ്റാളാണ്. വീണ്ടും ഒരു ടോയ്സിൻ്റെ സ്റ്റാളാണുള്ളത്. അത് കഴിഞ്ഞാൽ സെറ്റുകളിലൊക്കെ ഒരു നല്ലൊരു സ്റ്റാളുണ്ട്. വീണ്ടും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റാളാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ഒരു ബെഡ്ഷീറ്റുകളിലെയും അതുപോലെ തന്നെ പില്ലോകളൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റാളാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് വീട്ടുപകരണങ്ങളുള്ളൊരു സ്റ്റാളുണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതുപോലെ തന്നെ ഫൈബർ പാത്രങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റാളുകളാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു പാലക്കാടൻ കത്തികളുടെ ഒരു സ്റ്റാളുണ്ട്. പിന്നെ ഒരു അലങ്കാര വസ്തുക്കളുള്ളൊരു സ്റ്റാളാണ്. അതിനോട് ചേർന്ന് മരം കൊണ്ട് നിർമ്മിച്ച ഒരുപാട് വസ്തുക്കൾ വിൽക്കുന്നൊരു സ്റ്റോളുണ്ട്. അത് കഴിഞ്ഞാൽ കുട്ടികളുടെ തൊപ്പികളും അതുപോലെ തന്നെ കുറേ വാച്ചുകളും കണ്ണടകളൊക്കെ വെക്കുന്നൊരു നല്ലൊരു സ്റ്റാളുണ്ട്. വാച്ചുകൾക്ക് 150 രൂപ, 180 രൂപ, 100 രൂപയൊക്കെയാണ് വില വരുന്നത്. അത് കഴിഞ്ഞാൽ ടീ കപ്പുകൾ അതുപോലെ തന്നെ ഭരണികളൊക്കെ വെക്കുന്ന ഒരു സ്റ്റോളാണ്. അത് അവരിങ്ങനെ ഒതുക്കി വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് നടക്കുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ അവരങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. നല്ല വലിയൊരു സ്റ്റാളാണത്. നല്ല തിരക്കുണ്ട് അവിടെ. നല്ല മനോഹരമായിട്ടുള്ള ചെറിയ ഭരണികളൊക്കെ, ചൈനീസ് ഭരണികളൊക്കെ അവിടെ ഉണ്ട്. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള ഭരണികളാണ്. നല്ല സെയിൽ നടക്കുന്നുണ്ട് അവർക്ക്. നല്ല അത്യാവശ്യം തിരക്കുള്ളൊരു സ്റ്റാളാണത്. അവരുടെ സ്റ്റാളിൽ അതുപോലെ തന്നെ ചില്ല് ഗ്ലാസ്സുകളുടെ നല്ലൊരു ശേഖരമുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഗ്ലാസ്സുകളുണ്ട്. ഇത് വലിയൊരു ശേഖരം അവരുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് റെഡിമെയ്ഡുകളുടെ സ്റ്റാളാണ്. അവിടെ ലേഡീസിൻ്റെ ആണ് കൂടുതലുള്ളത്. ഒരു 300 രൂപ, 350 രൂപയൊക്കെ റേഞ്ച് വരുന്ന നല്ല മനോഹരമായിട്ടുള്ള ഡ്രസ്സാണ്. അവിടെ നല്ല സെയിൽ നടക്കുന്നുണ്ട് അവർക്ക്. വീണ്ടും ടോയ്സിൻ്റെ സ്റ്റാൾ വരുന്നു. അത് കഴിഞ്ഞ് മേക്കപ്പ് ഉൽപ്പന്നങ്ങളാണ്. വീണ്ടും ടോയ്സിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്.
അത് കഴിഞ്ഞാൽ ലേഡീസ് ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല. ഒരുപാട് കമ്മലുകൾ അതുപോലെ തന്നെ വളകളൊക്കെ ആയിട്ട് നല്ല നിറഞ്ഞൊരു കളർഫുള്ളായിട്ടുള്ളൊരു സ്റ്റാളാണത്. നമുക്ക് നോക്കിയാൽ ഈ ജിമിക്കികളൊക്കെ ഒരുപാട് വെറൈറ്റികൾ. ലേഡീസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത്രയും അധികം കളക്ഷൻ അവരുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ബാഗുകളുടെ സെക്ഷനാണ്. 200 രൂപ 150 രൂപയൊക്കെ ബാഗുകളാണ്. അത് കഴിഞ്ഞ് നമ്മളെത്തുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റാളിലേക്കാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ചെരുപ്പുകളൊക്കെ വിൽക്കുന്ന സ്റ്റാളാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് അവരുടെ കയ്യിൽ. അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റാളാണ്. അത് കഴിഞ്ഞ് നമ്മൾ മിഠായികളുടെ ഒരു സ്റ്റാളാട്ടോ. ഒരുപാട് മിഠായികൾ, പഴയ കാലത്തുള്ള മിഠായികൾ, നമ്മളെ പുളിമിഠായി പോലെയുള്ള പഴയകാല മിഠായികൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ വെറൈറ്റി പുതിയ മിഠായികളൊക്കെ ആയിട്ടുള്ള അതൊക്കെ 20 രൂപയാണ് പാക്കറ്റിന് വരുന്നത്. വളരെ വില കുറഞ്ഞിട്ടാണ്. 20 രൂപയുടെ പാക്കറ്റുകളാണ് അധികവും. അതുപോലെ നല്ലൊരു കുട്ടികളെ ആകർഷിക്കുന്ന ഒരു സ്റ്റാളാണ്. തിരക്കൊരു രക്ഷയിലായിട്ട് നല്ല തിരക്കാണ്. ഇതൊരു കൂളറിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. വീണ്ടും ഒരു കളർഫുൾ സ്റ്റാളാണ്. നമ്മുടെ കീ ചെയിനുകൾ അതുപോലെയുള്ള വസ്തുക്കളൊക്കെ വിൽക്കുന്നൊരു കളർഫുൾ സ്റ്റാളാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റാൾ കുട്ടികളുടെ പേന, പെൻസില്, ബോക്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു സ്റ്റാളാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്റ്റിക്കറുകൾ അതുപോലെയുള്ള പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിൽക്കുന്നൊരു സ്റ്റാളാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ചവിട്ടികൾ അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ പോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റാളുണ്ട്. അത് കഴിഞ്ഞാൽ ലേഡീസിൻ്റെ സ്റ്റാളാണ്. അത് ലേഡീസിന് നല്ല തിരക്കുള്ള സ്റ്റാളാണ്. നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള സെലക്ഷനുകൾ അവിടെ ഉണ്ട്. വിലയും കുറവാണ്. 200 രൂപ 300 രൂപയ്ക്കാണ് അവിടുത്തെ റേറ്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ പുൽത്തൈലും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റാളാണ്. വാക്വം ക്ലീനറിൻ്റെ ഒരു സ്റ്റാളുണ്ട്. പ്ലാസ്റ്റിക് ടേബിൾ ഷീറ്റുകളുടെ ഒരു സ്റ്റാളുണ്ട്. അത് കഴിഞ്ഞൊരു ആയുർവേദിക് സ്റ്റാളാണ്. അത് കഴിഞ്ഞാൽ കണ്ണടകൾ അതുപോലെ തന്നെ തൊപ്പികൾ അതൊക്കെയുള്ളൊരു സ്റ്റാളുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് പേഴ്സുകളും ബെൽറ്റുകളുടെയും കളക്ഷനുണ്ട്. അത് കഴിഞ്ഞൊരു ആയുർവേദ മരുന്നുകളുടെ സ്റ്റാളാണ്. അതേപോലെ ചപ്പാത്തി ജസ്റ്റ് 10 സെക്കൻഡ് ഡീപ്പ് ഒരു 10 സെക്കൻഡ് ഡീപ്പ്
ഈ ബബിൾസ് ഒന്നും മേഡം ചപ്പാത്തിൻ്റെ വിളിക്കാൻ വിളിച്ചു ഒരു 5 സെക്കൻഡ് വിളിക്കാൻ വിളിക്കും ചപ്പാത്തി എന്നാൽ വന്ന് വിളിച്ചാൽ ചപ്പാത്തി പൊടി ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ഏത് ഗോതമ്പ് പൊടിയുണ്ട് കുറ്റപ്പൊടിയോ പാക്കറ്റോ യൂസ് ചെയ്താൽ ആ പൊടിന് മേഡം ചെയ്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ വന്നാൽ മേടിച്ചു ഫ്രീ വീണ്ടും പാലക്കാട് കത്തിയോട് വലിയൊരു സ്റ്റാളുണ്ട്. അത് കഴിഞ്ഞാൽ പൂച്ചെടികൾ പച്ചക്കറികളുടെ ഒക്കെ ഒരു വിത്തുകൾ വിൽക്കുന്ന ഒരു സ്റ്റാൾ കാണാം. കോഴിക്കോടൻ ഹലുവയുടെ ഒരു ചെറിയ സ്റ്റാള്. ഓട്ടോമാറ്റിക്കലി അവന് കുഞ്ഞു പരുവത്തിലെ വരയ്ക്കാൻ കഴിവുണ്ടാവും. 16 പേജ് വെറൈറ്റിയാണ്, ക്വാളിറ്റിയുടെ ബ്രാൻഡിന്റെ ക്വാളിറ്റി. എത്ര നാളുകൾ ജോലി ഉപയോഗിക്കും. ഇവിടെ എത്തിയപ്പോൾ പൊന്നൂസ് നിന്നിട്ടോ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ തരംഗമായിട്ടുള്ള ചേച്ചിയാണെന്നാണ് പൊന്നൂസ് പറഞ്ഞത്. എനിക്കറിയില്ല. ഒന്നും കൂടി കാണിച്ചു തരണം അല്ലേ. നമ്മൾ ഈ പ്രോഡക്റ്റ് കളയാതെ വെക്കുക. ഇതാണ് മെയിൻ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പേന സ്കെച്ച് എടുക്കുക, കാരണം ഇതിനകത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇത് വെച്ചിട്ട് മോള് നന്നായിട്ട് ക്ലോസ് ചെയ്യുക. ബലൂൺ ഊതാൻ അറിയാം. ബലൂൺ ഊതുന്നത് പോലെ നമ്മൾ ചിത്രങ്ങൾ വെച്ചിട്ട് ചിത്രങ്ങളിലേക്ക് വെറുതെ ഊതുക. അതിനകത്ത് തീരുമ്പോൾ സാധാരണ പേന പപ്പയോട് വാങ്ങിക്കാൻ പറയുക, ഇത് കളയാതെ വെക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ പടങ്ങൾ ആൻറ്റി തരുന്നുണ്ട്. പടങ്ങളുണ്ട്, സ്പ്രെയറുണ്ട്, സ്കെച്ചുണ്ട്. സെറ്റോട് കൂടി നമ്മളിവിടെ ഓഫറിലാണ് തരുന്നത്. ഓൺലൈനിൽ നമ്മൾ 300 രൂപയ്ക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് ഇവിടെ 200 റുപ്പീസ് ഉണ്ട്. ഓക്കെ, ലൈഫ് ലോങ് ആണ്, റീഡ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യും. ഓക്കെ അല്ലേ. അങ്ങനെ പൊന്നൂസ് ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. അവിടെ മുന്നോട്ട് പോകുമ്പോൾ ബോഡി മസാജ് ചെയ്യുന്ന ഉപകരണങ്ങൾ വിൽക്കുന്നൊരു ഷോപ്പാണ്. അത് കഴിഞ്ഞ് കുറച്ച് ടോയ്സുകളുടെ സ്റ്റാളുകളാണ് ഉള്ളത്. എന്താടാ എന്താ വേണ്ടേ? വീണ്ടും ഒരു ലേഡി സ്റ്റാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വീണ്ടും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റാളാണ്. ഒരു ഗുജറാത്ത് ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് അവർ വിൽക്കുന്നത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ട് അവിടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അവർ നമുക്കതിൻ്റെ സാമ്പിൾ തരുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറേ വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളാണ്. കത്തി പോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറേ സ്റ്റാളുകളുണ്ട്. അപ്പച്ചത്ത് നോക്കാം, ദോഷത്തില് നോക്കാം, കഥ നോക്കാം, കോരി, പുല്ലുമന്ത്രിക, ചെടിക്കത്രിക, തൂമ്പ, വാട്ടർ പമ്പ് നോക്കാം, വാട്ടർ പമ്പ്
ചോക്ലേറ്റിൻ്റെ സ്റ്റാള്. ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പംകിൻ സീഡ്, ലോട്ടസ് സീഡ് കഴിക്കട്ടോ. ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറ്റി നിർത്താം. പാലക്കാടൻ കരിപ്പെട്ടി വിൽക്കുന്നൊരു സ്റ്റാളുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. നല്ല സെയിൽ നടക്കുന്നുണ്ട് അവർക്ക്. ഇത് കഴിഞ്ഞാൽ ബുക്സുകളുടെ ഒരു സ്റ്റാളാണ്. പൊട്ടുകളുടെ ഒരു വലിയൊരു ലോകം തന്നെ ഇവിടെ ഉണ്ട്. നല്ല രുചികരമായ ചിപ്സുകൾ. വീണ്ടും ഭരണികളും ടീപ്പ് കപ്പുകളും അതുപോലെ തന്നെ ചില്ലി ഗ്ലാസ്സുകളൊക്കെ വിൽക്കുന്ന ഒരു വലിയൊരു സ്റ്റാള്. ഇതൊരു മണ്ണിൻ്റെ വിസലാണ്. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഊതി കഴിഞ്ഞാൽ കിളി കരയുന്ന സൗണ്ട് കേൾക്കാം. ഇതുവരെ കണ്ടതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സ്റ്റാൾ ഇതാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാൾ ഇതാണ്. അതായത് ഒരുപാട് ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കരകൗശല വസ്തുക്കൾ വിൽക്കുന്നൊരു സ്റ്റാൾ. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റാളാണ്. എനിക്ക് തോന്നുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയെ തോന്നുന്നവർ. ഇത് കഴിഞ്ഞ് വീണ്ടും കുട്ടികളുടെ ടോയ്സാണ്. വളകളുടെ ഒരു സ്റ്റാള്. ഒരുപാട് കളക്ഷൻ ഉണ്ട് അവരൊക്കെ.
ഇവിടെ ഏത് തരം അച്ചാർ വേണമെങ്കിൽ കിട്ടും. അത്തറുകളുടെ ഒരു സ്റ്റാള്. നമ്മുടെ എല്ലാ പ്രോഡക്റ്റ്സും പഴയകാല പ്രോഡക്റ്റ്സാണ്. വീണ്ടും ഒരുപാട് ബുക്സിൻ്റെ ഒരു സ്റ്റാള്. ത്രീ ഡി ഫോട്ടോസ് എടുക്കുന്ന ഒരു സ്റ്റാളാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു പ്ലാസ്റ്റിക് ചെടികളും പൂക്കളൊക്കെ ഉള്ളൊരു സ്റ്റാളാണ്. നല്ല കളർഫുള്ളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. തൊടാൻ പാടില്ല. വീണ്ടും കുട്ടികളുടെ ടോയ്സാണ്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. Special complete discount. London cotton pant only 500. ചിക്കു, റെഡ് വെൽവെറ്റ്, പിസ്ത, ചോക്ലേറ്റ് തുടങ്ങിയ നിരവധി ഫ്ലേവറുകൾ. ഐസ്ക്രീം, ബിസ്ക്കറ്റ്
ഇവിടെ വേറൊരു സ്റ്റാളുണ്ട്, മത്സ്യങ്ങളിലൊക്കെ ഒരു പ്രദർശനമാണ്. പക്ഷെ അവിടെ 100 രൂപ ടിക്കറ്റ് വേറെ നമ്മൾ എടുക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഒരു സൈഡിൽ റൈഡുകൾ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ റൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിനകത്ത് അധികം വലിയ ആളുകൾ തന്നെ ഉള്ളത്. ഫാമിലി ആയിട്ടാണ് എല്ലാവരും കയറുന്നത്. റൈഡുകളുടെ ഒരു സൈഡിൽ സ്റ്റാളുകളുണ്ട്. പുരാതന വസ്തുക്കൾ വിൽക്കുന്നൊരു സ്റ്റാൾ ഇവിടെ കാണാം. ഈ സ്റ്റാളിൽ പഴയകാല നാണയങ്ങളുടെ ഒരു ശേഖരം കിട്ടും. ഈ നാണയങ്ങളൊക്കെ അവർ വിൽക്കാനുള്ളതാണ്. നമ്മൾ പഴയ കോട്ടണകൾ മുതലുള്ള പഴയ കാലത്തെ ഒരുപാട് നാണയങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. കുറേ നോട്ടുകളും ഉണ്ട്. ഇവിടെ ഈ സൈഡിൽ കുറേ ഗെയിമുകൾ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഗെയിമാണുള്ളത്. പൊന്നീശ്വർ ഗെയിം കളിക്കുന്നുണ്ട്. കേട്ടോ കേടേ 5 രൂപ വെക്കാം കേട്ടില്ലേ? ആ സ്ഥലത്തല്ലേ? ആ വിട്ടോ അങ്ങ് വിട്ടോ നമുക്കൊരു കപ്പാണ് സമ്മാനം കിട്ടിയത്. ഈ ഭാഗത്ത് വീണ്ടും ഒരു ലേഡീസ് സ്റ്റാൾ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളക്ഷൻ ഉണ്ട് അവിടെ. റൈഡുകളിലൊക്കെ കയറാൻ നല്ല തിരക്കാട്ടോ. ഇവിടെ നോക്കിയാൽ കാണാം നല്ല ക്യൂ ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ സ്ഥാപനങ്ങളെ സ്റ്റാളാണ്. ഇവിടെ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാളുണ്ട്, പക്ഷെ അത് അടഞ്ഞു കിടക്കുകയാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റാളാണ്. ഇതിനകത്ത് നമ്മുടെ പുത്തമ്പള്ളിയുടെയും പാറമേക്കാവിൻ്റെ ഒക്കെ മിനിയേച്ചർ രൂപങ്ങളുണ്ട്. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. തൃശ്ശൂർ നഗരത്തിന് മുഴുവനായിട്ടുള്ളൊരു മിനിയേച്ചർ രൂപമാണ്. നമ്മൾ പീച്ചി ഡാം മുതലുള്ള അതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട് കാണാൻ. പാറമേക്കാവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു മിനിയേച്ചർ രൂപം. ഇങ്ങോട്ട് നോക്കേ തുടരുന്നു.
തൃശ്ശൂർ റൗണ്ടിൻ്റെ ഒരു മിനിയേച്ചർ. സെക്ടറിലെ പുതിയ ആകാശപാത. ഇത് നമ്മുടെ ISROൻ്റെ സ്റ്റാളാണ്. ഒരുപാട് റോക്കറ്റുകളുടെയും അതുപോലെ തന്നെ സാറ്റലൈറ്റുകളുടെയൊക്കെ രൂപങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ ഒരു 3D ഡിജിറ്റൽ ഷോ ഉണ്ട്. ഇതിൽ കയറാൻ എക്സ്ട്രാ 100 രൂപ ടിക്കറ്റ് വേറെ എടുക്കണം നമ്മൾ. കേരള കാർഷിക സർവകലാശാലയുടെ ഒരു സ്റ്റാളാണ്. അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വിവിധ ഇനം നെല്ലിനങ്ങളുടെ കുറേ സാമ്പിളുകൾ വെച്ചിട്ടുണ്ട്. നമ്മളവിടെ നിന്നൊരു കറുകപ്പട്ടയുടെ ചെടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്റ്റാളാട്ടോ. വളരെ മനോഹരമായിട്ടുള്ള സ്റ്റാളാണ്.
ഇത് നമ്മുടെ മ്യൂസിയം സ്റ്റാളാണ്. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസിൻ്റെ സ്റ്റാൾ കൂടി ഉണ്ട്. അതോടുകൂടി നമ്മുടെ എക്സിബിഷൻ്റെ സ്റ്റാളുകൾ അവസാനിക്കുകയാണ്. എടുക്കുമല്ലോ. അതെന്താ നമ്മൾ എക്സിബിഷനകത്തെ ഒരുവിധം എല്ലാ സ്റ്റാളുകളും നമ്മൾ കവർ ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.